സുഹൃത്തുക്കളെ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു പ്രഭാഷണ പരമ്പര ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിസന്ധികളുടെ കാലം, അഭയാർത്ഥികളുടെ ഇന്ത്യ എന്നൊരു പൊതുശീർഷകത്തിൽ നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ, പ്രതിഭകൾ അവരൊക്കെ സംസാരിക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. വളരെ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളും ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും പലരും സംസാരിക്കാൻ സന്നദ്ധത നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണ പരിപാടിക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിലും പിന്തുണയിലും സംഘത്തിൻ്റെ പേരിൽ നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യകുലം എന്ന് തന്നെ പറയാം, കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പെടുമ്പോഴാണ് ഏതൊരു സമൂഹവും അവരുടെ നേതൃത്വത്തെ തിരിച്ചറിയുന്നത്. നേതൃത്വത്തെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നേതൃത്വത്തെ മനസ്സിലാക്കുന്നതും നിലവിലുള്ള നേതൃത്വത്തിൻ്റെ പ്രാപ്തിയെക്കുറിച്ച് വിലയിരുത്തുന്നതും അല്ലെങ്കിൽ ആരാണ് നേതൃത്വമാകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതുമൊക്കെ ഈ കാലഘട്ടത്തിലാണ്. നമ്മുടെ സമൂഹത്തിൽ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് ഒന്ന് ഭൂതകാലത്തിലേക്ക് കടന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നവോത്ഥാനം, ദേശീയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം, ഏതാണ്ട് ഈ ഒരു വഴിയിലൂടെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഒക്കെ തന്നെ വളർന്ന് വികാസം പ്രാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും സജീവമായിട്ടുള്ളത് ദേശീയ പ്രസ്ഥാനമാണ്. കേരളത്തിലെ പല കോണുകളിലും പലതരത്തിലാണ് ദേശീയ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അതിലേക്ക് യുവാക്കൾ കടന്നു വന്നു. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന് സമാന്തരമായി ഉണ്ടായിരുന്ന അന്നത്തെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില പ്രസ്ഥാനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ യുവാക്കളെ സാമൂഹ്യ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ അടിക്കടി ഉണ്ടായിരുന്ന, സമൂഹം നേരിട്ടിരുന്ന ചില പ്രകൃതി ദുരന്തങ്ങളും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് മാത്രമല്ല, അക്കാലത്ത് പ്രകൃതി ദുരന്തം പോലെ അത്യാപത്തായിട്ട് മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ചിരുന്ന മഹായുദ്ധങ്ങളും, ഇതിനെ രണ്ടിനെയും തുടർന്ന് ജനങ്ങളെ ബാധിച്ചിരുന്ന അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യം, ജനങ്ങളുടെ പട്ടിണി കിടന്നുള്ള മരണം, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ, ആ ഘട്ടങ്ങളിലാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തകർ ഉയർന്നു വന്നത്. അവർ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടല്ല ആദ്യം വന്നിട്ടുള്ളത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. തങ്ങളുടെ സഹജീവികൾ രോഗം മൂലവും ദാരിദ്ര്യം മൂലവും അത്യന്തം അവശരായിട്ട് മരുന്നോ ഭക്ഷണമോ ശുശ്രൂഷയോ ഒന്നും കിട്ടാതെ നരയിക്കുന്നത് കണ്ട് തങ്ങളെ തന്നെ മറന്നുകൊണ്ട് മുന്നിട്ടിറങ്ങിയ കുറേ ചെറുപ്പക്കാർ, അവരാണ് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേദിയിലേക്ക് വന്നത്. അവരുടെ അന്നത്തെ ആ കടന്നുവരവ് നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയും. ഭാവനയിൽ മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ തന്നെ ആത്മകഥകൾ, ജീവചരിത്രങ്ങളൊക്കെ വായിച്ചാലും അവരെങ്ങനെ സാമൂഹിക പ്രക്രിയയിലേക്ക്, ജനസേവനത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വന്നു എന്നുള്ളതിൻ്റെ ചിത്രീകരണങ്ങൾ ഉണ്ട്. ആ കാലത്ത് പകർച്ചവ്യാധികൾ പലതുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ലോകം മുഴുവൻ പടരുന്ന പകർച്ചവ്യാധികളൊന്നും ഉണ്ടായിരുന്നില്ല. അഥവാ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നാൽ തന്നെ അത് ആ പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ദൂര യാത്രകളും പരസ്പരമുള്ള സംസർഗങ്ങളും ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ലല്ലോ. പല രോഗങ്ങളും, ഉദാഹരണത്തിന് കോളറ, വസൂരി,
നമ്മുടെ നാട്ടിലില്ലെങ്കിലും പോലും മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്ലേഗ് പോലുള്ള അത്യാപത്തുകൾ അതൊക്കെ ഉണ്ടായപ്പോൾ ആളുകൾ അടുക്കാൻ മടിക്കുകയാണ്. മരിക്കുന്നവർ അവിടെ കിടന്ന് മരിക്കും. രോഗിയായി കഴിഞ്ഞാൽ അവനെ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ട് കളയുന്ന ഒരു പ്രവണതയായിരുന്നു. മറ്റൊന്നും ചെയ്യാനില്ല മനുഷ്യന്. കരുണയും അതുപോലുള്ള മാനുഷികമായ വികാരങ്ങളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന, അതൊക്കെ ഒരു ചോദ്യചിഹ്നമാകുന്ന ചില അവസരങ്ങളാണ്. ആ സമയത്ത് യുവാക്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തങ്ങളെ തന്നെ മറക്കുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗം ബാധിച്ചേക്കാം, തങ്ങളും മരണത്തിന് അടിമപ്പെട്ടേക്കാം. അതൊന്നും തന്നെ ആലോചിക്കാതെ കർമ്മരംഗത്തേക്ക് കടന്നു വന്ന ചെറുപ്പക്കാർ. അതുപോലെ തന്നെ പ്രളയ കാലഘട്ടത്തിലും ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ 1930-കൾ 40-കളിലൊക്കെ തന്നെ സജീവമായി നേതൃത്വം വഹിച്ചിരുന്ന ആളുകളുടെയൊക്കെ ജീവചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച ഒന്നാണ് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന മഹാപ്രളയം, 99 വെള്ളപ്പൊക്കം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകുന്നത്. പുതിയ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ തങ്ങളുടെ പുതിയ രക്ഷകരെ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലും ഒരു നേതൃത്വം ഉണ്ടായിരുന്നല്ലോ സമൂഹത്തിന്. ഭരണാധികാരികളും ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അന്നൊക്കെയാണെങ്കിൽ നാട്ടുപ്രമാണിമാർ ഓരോ ഗ്രാമത്തിലും ഉണ്ടായിരുന്നു. ആജ്ഞ പുറപ്പെടുവിക്കുന്ന ആൾക്കാരൊക്കെ അന്നുണ്ടായിരുന്നു. അവരെയൊക്കെ തള്ളിമാറ്റിക്കൊണ്ടാണ് ജനങ്ങൾ ഈ പുതിയ ചെറുപ്പക്കാരെ സ്വീകരിച്ചത്. കാരണം അവർക്ക് മനസ്സിലായി ആരാണ് രക്ഷകൻ, ആരാണ് തങ്ങളെ രക്ഷിക്കാൻ എല്ലാം മറന്നുകൊണ്ട് വരാൻ സാധ്യതയുള്ളവർ ആരാണ് എന്നവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിയപ്പെട്ട് ത്യാഗസന്നദ്ധരായി വന്ന ആളുകൾ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ പിന്നീട് നടന്ന കർഷക തൊഴിലാളി സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് ക്രൂരമായ ലാത്തിച്ചാർജ്, മർദ്ദനം, ജയിൽവാസം, രക്തസാക്ഷിയാവേണ്ടി വന്നാൽ അതും ഒക്കെ സ്വീകരിക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങി പുറപ്പെട്ടവരാണ് മരണത്തെക്കുറിച്ച്. ഞാനിതിവിടെ ഓർമ്മിക്കാൻ കാരണം ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് ലോകത്തിൻ്റെ പല കോണുകളിലും സംഭവിക്കുന്ന പോലെ തന്നെ ഇന്ത്യയും അതിൻ്റെ ഭരണാധികാരിയെ തിരിച്ചറിയുന്നു. അതിൻ്റെ ആരായിരിക്കണം, ഏത് വിഭാഗം, എങ്ങനെയുള്ളവരായിരിക്കണം നമ്മുടെ നായകർ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റും ഇവിടെ ഇതിനനുബന്ധമായി രൂപീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ജനങ്ങൾ വളരെ സൂക്ഷ്മമായി നിൽക്കുകയാണ് ഇപ്പോൾ. പൊതുവേ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ കാലത്തും ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രക്രിയയോടോ സമൂഹത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ തങ്ങൾ വഹിക്കേണ്ട പങ്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് വഹിക്കുന്നവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു വലിയ ബോധമൊന്നും ജനങ്ങൾ എല്ലാ കാലത്തും പുലർത്താറില്ല. കുറച്ച് പേരൊക്കെ പുലർത്തും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ടാവാറില്ല. പക്ഷേ ഇന്നതല്ല. ഇന്ന് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിരന്തരമായ അതിനെക്കുറിച്ചുള്ള പരിചയമുള്ളവരോ ഒന്നും മാത്രമല്ല. കാരണം ഇതിനോട് ഇടപെടുന്നത്, നമ്മുടെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഇതൊരു അനിശ്ചിതത്വത്തിൻ്റെ മുന്നിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമല്ല, ജീവൻ്റെ പ്രശ്നമായി മാറുന്നു. രാഷ്ട്രീയമെന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ വികാസം, അതിൻ്റെ പരിവർത്തനം, ചിലപ്പോൾ മോചനം എന്നുള്ളതിൽ നിന്നൊക്കെ വിട്ട് ജീവൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒന്നായി മാറുന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ജീവൻ്റെ രാഷ്ട്രീയം എന്ന് പറയാം. ഈ ജീവൻ്റെ രാഷ്ട്രീയം ആരാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക? ആർക്കാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അത് കഴിയുമോ? നമ്മളിവിടെ പ്രതിസന്ധിയുടെ കാലം, അഭയാർത്ഥികളുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രതിസന്ധികളുടെ മുമ്പാകെയാണ് ഈ ചില വിഗ്രഹങ്ങളുടെ ചെമ്പ് തെളിയുന്നത്. അതാണ് പലതരം തന്ത്രങ്ങളിലൂടെ, പലതരം പൊയ്മുഖങ്ങളിലൂടെ പതുക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് തന്ത്രപരമായി അധികാരത്തിലെത്തുന്ന ഒരു പ്രവണത പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, ത്യാഗസുരഭിലമായ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്നവരല്ല. കുറേ കാലങ്ങളോളം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആ കർമ്മമേഖലയിലേക്ക് കടന്നു വന്നവരാണ്. പിന്നീട് അതിനൊക്കെ ചില അപജയങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത തലമുറ ഓരോന്നോരോന്നായി വിട്ടുപോവുകയും ആ ഗ്യാപ്പുകളിലേക്ക്
അതത് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പുതിയ പുതിയ ആളുകൾ പല താല്പര്യങ്ങളായി കടന്നു വരികയൊക്കെ ചെയ്തിട്ട് അതിന് ചില അപജയങ്ങളൊക്കെ ഉണ്ടായി എന്ന് വാസ്തവമാണ്. ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ആളുകൾക്ക് തന്നെ കുറേ കാലം ഭരണവുമായും ഒക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ജീർണതയും ബാധിച്ചിട്ടുണ്ട്. അതൊന്നും വിസ്മരിക്കുന്നില്ല. പക്ഷെ പൊതുവെ പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിന് സമാന്തരമായി പല സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ടുള്ള നവോത്ഥാനത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ദിശാബോധവും ഒരു മൂല്യബോധവും ഒരു മനോഭാവവും ഒക്കെ പുലർത്തിയിരുന്നവരായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായാലും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒക്കെ നിലയുറപ്പിച്ച് ഉണ്ടായിരുന്നത് എന്നുള്ളതൊരു വാസ്തവം. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ വന്നതല്ല. അത് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. അതൊരു വേറെ വഴിയിലൂടെ വന്ന ഒരു ഭരണ നേതൃത്വമാണ്. BJPയും RSSും ഒക്കെ കൂട്ടിച്ചേർന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഈ ഭരണം, ആ അധികാരശക്തി എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ ദുരിതത്തിലും കഷ്ടപ്പാടുകളിലും അവരോടൊപ്പം നിന്ന്, അവരോടൊപ്പം വളർന്ന്, അവരോടൊപ്പം സഹിച്ച്, അവർക്ക് വേണ്ടി പൊരുതി ജീവിക്കാനും മരിക്കാനും ഒക്കെ സന്നദ്ധരായി വന്ന ഒരു വിഭാഗമല്ല അത് ഇപ്പോൾ BJPയെയും RSSനെയും നരേന്ദ്രമോദിയെയും ഒക്കെ തന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും അതിൻ്റെ പിന്നിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. അവർ അങ്ങനെ ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കണം, ഇവരെങ്ങനെയാണ് വന്നത് എന്നുള്ളത്. ഇവർ വന്നത് മനുഷ്യ ജീവിതത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു വൈകാരികമായ ഒരു പ്രശ്നമായി പലപ്പോഴും മാറിയിട്ടുള്ള മതത്തെ ഉപയോഗിച്ചിട്ടാണ്. അത് മതത്തെ വർഗീയവൽക്കരിച്ചിട്ടാണ്. മതം എന്ന് പറയുന്നത് ഒരു അപകടമുള്ള സംഗതിയാണെന്ന് ആരും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞത് എന്തുണ്ടെങ്കിൽ തെറ്റാണ്. നമുക്കറിയാമല്ലോ, മതങ്ങളൊക്കെ തന്നെ മനുഷ്യ സമൂഹത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി, മനുഷ്യമോചനത്തിന് വേണ്ടി കടന്നു വന്നിട്ടുള്ളതാണ്. സാമൂഹികമായ മോചനം തന്നെയായിരുന്നു അവയുടെയൊക്കെ ലക്ഷ്യം. ഓരോ കാലഘട്ടത്തിലും ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ ചില തിന്മകൾക്കെതിരെ പൊരുതേണ്ടതുണ്ടായിരുന്നു. ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മതങ്ങളൊക്കെ തന്നെ ആവിർഭവിച്ചിട്ടുള്ളത്. മതങ്ങളെക്കുറിച്ചുള്ള പരിശോധന ശ്രീനാരായണ ഗുരു നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത്, മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് പിറവിയെടുത്തതും ആയിട്ടുള്ള കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളനുസരിച്ച് അതിൻ്റെ ദൗത്യത്തിലൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതല്ലാതെ അവ തമ്മിൽ ആന്തരികമായി ഒരു വ്യത്യാസമില്ല എന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അത് നമ്മുടെ വിഷയമല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത് ജനങ്ങളിലെ ഈ ഒരു മതബോധത്തെ അല്ലെങ്കിൽ മതത്തിലുള്ള താല്പര്യത്തെയോ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ വൈകാരികമായി ജനങ്ങളിൽ ഒരു വിഷബാധ പോലെ കലർത്തിക്കൊണ്ട് അതിനെ ഉപയോഗിച്ച് അധികാരത്തിലെത്താനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ വർഗീയ രാഷ്ട്രീയം എന്ന് നമ്മൾ വിളിക്കുന്നു. അത് ആ മതത്തെ സേവിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ മതത്തെ മുൻനിർത്തി ഒരു ശത്രുവിനെ സൃഷ്ടിക്കുകയാണ്. മറ്റൊരു മതം ശത്രുവാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവനാണ് ശത്രു, അവനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കുഴപ്പമുണ്ടാക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരു അതിമാരകമായ ഒരു ചിന്താഗതി മനുഷ്യ മനസ്സുകളിൽ വിതച്ചുകൊണ്ടാണ് വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ ഏത് കാലഘട്ടത്തിലും അധികാരത്തിൽ വരുന്നതും അല്ലെങ്കിൽ ജനങ്ങളുടെ മേധാവിത്വത്തിലേക്ക് ഉയരുന്നതും. അതുതന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ അവസരത്തിൽ. പക്ഷേ ഇങ്ങനെ ഒരു അധികാരത്തിൽ വന്നു, ശരി തന്നെ. പക്ഷേ ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതി ജനങ്ങളുടെ ജനാധിപത്യത്തിനും പൗരാവകാശങ്ങൾക്കും ഭക്ഷണത്തിനും കൂലിക്കും ഒക്കെ വേണ്ടി പൊരുതി രാഷ്ട്രീയത്തിൽ വന്ന് അതിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്നവരും ഇങ്ങനെ വളരെ സൂത്രവിദ്യയിലൂടെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പൊയ്മുഖങ്ങൾ അണിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവരും തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ സാമാന്യം ഒരു സ്മൂത്തായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിതവും സമൂഹവും ഒക്കെ തന്നെ ഒരു നിലയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കാര്യമായ പ്രതിസന്ധികളൊന്നുമില്ലാതെ മനുഷ്യ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിലവിലുള്ള ഭരണാധികാരികളുടെ കഴിവുകേടൊന്നും ഒരുപക്ഷെ തിരിച്ചറിഞ്ഞൊന്നും വരില്ല.
അത് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി ചെപ്പടി വിദ്യകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പ്രചരണ തന്ത്രങ്ങളും ചില സൂത്രവിദ്യകളും ചില പ്രഭാഷണ തന്ത്രങ്ങളും ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അതൊക്കെ വെച്ച് ജനങ്ങളെയൊക്കെ അങ്ങനെ സംതൃപ്തിപ്പെടുത്തി ഞാനാണ് ഇതിൻ്റെയൊക്കെ ആൾ, ഞാനാണ് ഇന്ത്യ സൃഷ്ടിച്ചത്, ഞാനാണ് ഇവിടുത്തെ ശാസ്ത്ര നേട്ടത്തിൻ്റെയൊക്കെ കാരണം, അല്ലെങ്കിൽ ഭൗതിക നേട്ടത്തിൻ്റെയൊക്കെ കാരണം, വ്യവസായ നേട്ടത്തിൻ്റെയൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് ചില സൂത്രവിദ്യകളുണ്ടല്ലോ, അതൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അവർക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്രയും കടുത്തൊരു പ്രതിസന്ധി ഇവിടെ മുമ്പാകെ ചെമ്പ് തെളിയുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇന്ത്യ അങ്ങേയറ്റം ദയനീയമായ സ്ഥിതിയിലാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തന്നെ മാത്രമാണ് അതിൽ കാണുന്നത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഈ കൊറോണ വൈറസിനെ നേരിടുന്നതിൽ കാണിച്ച ജാഗ്രതയും അതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ അംഗീകാരം അത് നേടിയതുമൊക്കെ തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമാണത്. പക്ഷേ ഇന്ത്യയെ പൊതുവായി എടുക്കുമ്പോൾ, ഇന്ത്യയെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും, ഇപ്പോൾ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിസന്ധിയെ നേരിട്ടതിൻ്റെ ഒരു കണക്കെടുപ്പ് സ്വാഭാവികമായും നടക്കും. ഏത് രീതിയിലാണ് ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഭരണാധികാരി സന്നദ്ധനായിരുന്നു. മറ്റു രാജ്യങ്ങളിലെ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ തൽക്കാലം കിടക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ ഒരു തകർച്ചയിലേക്കാണ് ഭരണാധികാരികൾ ജനങ്ങളെ തള്ളിവിട്ടത് ഈ ദുരിതകാലത്ത്. ഇന്ത്യയുടെ ചിത്രം എന്താണ്? COVID-19 വന്നതിന് ശേഷം ഇന്ത്യയുടെ ചിത്രം, അതിൻ്റെ ഭാഗമായി ലോക്ക്ഡൗൺ വന്നതോടുകൂടി ഒരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഒരു രാത്രിയാണ് സുപ്രഭാതമാണെന്ന് അറിഞ്ഞുകൂടാ, ലോക്കൗട്ട് പ്രഖ്യാപിച്ചതിനോടുകൂടി മനുഷ്യന് തൊഴിലില്ല, മനുഷ്യന് ഭക്ഷണമില്ല, മനുഷ്യന് പാർപ്പിടമില്ല. ആയിരക്കണക്കിന് മനുഷ്യർ തെരുവുകളിലൂടെ നടക്കുകയാണ് ആലംബം അന്വേഷിച്ചിട്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ അകലെയുള്ള അവരുടെ ഗ്രാമത്തിലേക്ക് പോകണം. അവിടെ ഒന്നുമില്ല അവർക്ക്. അവരുടെ കൃഷിയൊക്കെ തകർന്ന്, അവരുടെ വീടും തകർന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് അവർ ഒരു ഗതി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നഗരങ്ങളിലേക്ക് ചേക്കേറിയത്. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ അന്നന്ന് ഭക്ഷണം കഴിക്കാം, ഒന്നുമില്ല ബാക്കി. അങ്ങനെയുള്ള ജനങ്ങളാണ്. അവരൊരു ദിവസം ലോക്ക്ഡൗണിലേക്ക് നിയോഗിക്കുമ്പോൾ അവരുടെ പണിയൊക്കെ നഷ്ടപ്പെടുമെന്നും ഭരണാധികാരി അറിയണ്ടേ? അവരുടെ ജീവിതം ഭാവിയിൽ എന്തായിരിക്കും? ആയിരങ്ങളാണ്, 10,000-ങ്ങൾ, ലക്ഷങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ജീവിതം ഇവർക്ക് അറിയില്ല. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ജീവിതവുമായി ഒന്ന് ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടോ അവരോടൊപ്പം നിന്നിട്ടോ ഒന്നും അധികാരത്തിൽ വന്നവരല്ലല്ലോ. അത്തരം ഒരു രാഷ്ട്രീയ സമീപനമല്ലല്ലോ അവരുടേത്. അപ്പോൾ എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുകയാണ് ലോക്ക്ഡൗൺ. അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് എവിടെയും ഉണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്വപ്നഭൂമി പോലുള്ള വീടുകൾ അവരുടെ ഗ്രാമത്തിലേക്ക് അവർ നടക്കുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ ആ നോട്ട് നിരോധനത്തിൻ്റെ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ആ ഒരു സ്ഥിതി അന്നുണ്ടായത്. ഒരു ധാരണയുമില്ല രാജ്യത്തെക്കുറിച്ചോ, ജനങ്ങളെക്കുറിച്ചോ, അവരുടെ ജീവിതത്തെക്കുറിച്ചോ, അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചോ, അവരുടെ തൊഴിലിനെക്കുറിച്ചോ, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ലാത്ത ഭരണാധികാരി. അതാണ് മോഡി. അദ്ദേഹം ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അവരുടെ ഹതാശമായ യാത്രകളാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. വീണ്ടും ഒരു അഭയാർത്ഥി പ്രവാഹം ഇന്ത്യ കാണുന്നു. നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ വിഭജനത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായ വർഗീയ കലാപങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം വീടും കൃഷിയിടങ്ങളൊക്കെ ഉപേക്ഷിച്ച് എവിടേക്കെന്നില്ലോ അത് പാഞ്ഞു പോകുന്ന ജനതയുടെ ചിത്രം ഇന്ത്യയുടെ ഒരു അനുഭവമാണ്, വലിയൊരു അനുഭവമാണ്. ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമാണത്. ആ അനുഭവത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയേണ്ടി വരും. ഞാനതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മാത്രമല്ല, ഏറ്റവും കൊള്ളരുതായ്മ എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ക്രൂരത. ഒരു ഭരണാധികാരി എന്തിനാണ് അധികാരത്തിൽ വന്നിരിക്കുന്നതെന്ന് അയാൾ തെളിയിക്കുന്ന ചില ക്രൂര മുഹൂർത്തങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 8-10 ദിവസങ്ങളായിട്ട് നിരന്തരമായി പെട്രോൾ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഇന്ധനത്തിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ധനത്തിൻ്റെ വില അങ്ങനെ ഓരോ ദിവസവും വർദ്ധിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിലുണ്ടായിട്ടുള്ളൊരു സംഗതിയല്ല. ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ അത് കേവലം ഇന്ധനത്തിൻ്റെ വില മാത്രമായിട്ടല്ല വർദ്ധിക്കുന്നത്. വാഹനം ഓടിക്കുന്നവരെയോ അല്ലെങ്കിൽ വാഹനോടമകളെയോ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അതിൻ്റെ വിലക്കയറ്റവും അതിൻ്റെ പ്രതിസന്ധിയും അത് സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട്
ഒരു ഭാഗത്ത് കൊറോണ വൈറസിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ നഷ്ടവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ദുരിതവും കഷ്ടപ്പാടുമൊക്കെ അനുഭവിക്കുന്ന ജനതയുടെ മുമ്പാകെ അവരുടെ ഭൗതിക ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കുകയും കൂടി ചെയ്യുന്നത് എത്ര ക്രൂരനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരിക്കണം അദ്ദേഹം. അദ്ദേഹം ഇതൊരു അവസരമാക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ തെരുവിലൊന്നും ഇറങ്ങാൻ കഴിയില്ലല്ലോ. ജനങ്ങൾ മുഴുവൻ വീട്ടിലിരിക്കുകയാണ്. കൂടിച്ചേരാനോ അല്ലെന്നും തന്നെ നിയമപരമായി തന്നെ അവകാശമില്ല. അങ്ങനെ കൂടിച്ചേരുന്നത് അത്ര കണ്ട് ശരിയുമല്ല. അപ്പോൾ ആ ഒരു സന്ദർഭം മുതലാക്കിക്കൊണ്ട് തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി, തങ്ങളുടെ കോർപ്പറേറ്റ് മേധാവിത്വത്തിന് വേണ്ടി ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് കൊള്ളയടിക്കുകയാണ്, പോക്കറ്റടിക്കുകയാണ്. എത്രയോ ദിവസമായി തുടരുകയാണ്, ഓരോ ദിവസം കൂടുകയാണ്. ഇത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഈ വർധനവും ഈ കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് ഈ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ പ്രളയമൊന്നും നമുക്ക് അനുഭവമില്ല. കഴിഞ്ഞ 2018 പ്രളയം മാത്രമേ അനുഭവമുള്ളൂ. പക്ഷേ ചെറിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഏറ്റവും പേടിയുള്ളൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളപ്പൊക്കക്കാലത്ത് ഈ വഞ്ചിയിൽ കള്ളന്മാർ വരും. അപ്പോൾ ആൾക്കാരൊന്നും പുറത്തിറങ്ങാണ്ടിരിക്കുകയാണല്ലോ. വീടുകളിലുള്ള ആൾക്കാർ പിന്നെ വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ വെള്ളം വീടുകളിൽ വെള്ളം കയറിയിട്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ കയ്യിലുള്ള എടുക്കാവുന്ന സാധനങ്ങൾ മാത്രം എടുത്തിട്ട് എവിടേക്കെങ്കിലുമൊക്കെ അന്വേഷിച്ചു പോകും. അന്ന് സ്കൂളുകളൊന്നുമില്ല, സ്കൂളുകളിലുള്ള അഭയസങ്കേതങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും വീടുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ മുറ്റത്തേക്കൊക്കെയാണ് പോവുക. അപ്പോൾ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസരം നോക്കിയിട്ടാണ് ഈ കള്ളന്മാർ വഞ്ചിയിൽ വരുന്നത്. വഞ്ചിയിൽ വന്നിട്ട് അവർ വീട്ടിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, അതൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഏറ്റവും കൂടുതൽ കൊള്ള നടത്തിയിരുന്നത് കൃഷി വിഭവങ്ങളാണ്. കായ്ക്കുല വെട്ടുന്നു, നാളികേരം ഇട്ട് കൊണ്ടുപോകുന്നു. പറമ്പ് ശുദ്ധമാക്കിയിട്ടാണ് അവർ പോവുക, കൊള്ളയടിച്ചിട്ടാണ് അവർ പോവുക. ഇതിൻ്റെ ഒരു ചിത്രം നമുക്ക് വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു കഥ മലയാളത്തിലുണ്ടല്ലോ. വെള്ളപ്പൊക്കം എന്ന പേരിൽ തകഴിയുടെ 99 വെള്ളപ്പൊക്കത്തിൻ്റെ അനുഭവമാണ്. ആ കൃതിയിലാണ് ഈ കള്ളന്മാരുടെ വരവുണ്ട്. നായ വീടിൻ്റെ മുകളിൽ നിരാലംബനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് കള്ളന്മാർ വരുന്നു. അത് പിന്നെ ഒരു കള്ളൻ്റെ കാലിൽ അത് കടിക്കുന്നുണ്ട് ആ നായ. അപ്പോൾ അത് ഒരു സാധാരണ ചിത്രമാണ്. അങ്ങനെ വെള്ളപ്പൊക്കക്കാലത്ത്, പ്രളയകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട് പോകുന്ന ജനതയുടെ വീടുകളിൽ കടന്ന് കൊള്ളയടിക്കുന്ന അന്നത്തെ കൊള്ളക്കാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദിയും കൂട്ടാളികളും ഇന്ന് ഈ കൊറോണ കാലത്ത് ജനങ്ങളുടെ പോക്കറ്റടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മഹാ നീചമായൊരു സംഗതിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാതെ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം ഒരു ദൗത്യം ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ മതത്തിൻ്റെ കൂട്ടുപിടിച്ചിട്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ മതത്തെ വർഗീകരിച്ചിട്ട് മറ്റൊരു മതത്തെ ശത്രുവാക്കി മാറ്റിയിട്ട് തന്ത്രത്തിലാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് ശരിയാണ്. പക്ഷേ അത് മതത്തിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹം ഉപയോഗിച്ച മതത്തിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹം ഹിന്ദുമതത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് മതത്തെ കൂട്ടുപിടിച്ച് അദ്ദേഹം അധികാരത്തിലെത്തിയിരിക്കുന്നത് തങ്ങളുടെ കോർപ്പറേറ്റ് യജമാനന്മാർക്ക് വേണ്ടിയിട്ടാണ്. ആ കോർപ്പറേറ്റ് യജമാനന്മാർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള ഏതൊരവസരവും പാഴാക്കി കളയരുത് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതലുണ്ടല്ലോ, അത് വളരെ വലിയ കരുതലാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു നരകം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യാത്ത ഒന്നാണ്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അവസ്ഥ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തിരിച്ചറിയണമെങ്കിൽ സാംസ്കാരിക പ്രവർത്തനമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. കാരണം ഇതൊരു അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശത്രുവിനെയും മിത്രത്തെയും സഹായിയെയും ദ്രോഹിയെയും ഒക്കെ തന്നെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. അങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മൾ അനുഭവിക്കുന്ന സംഗതിയെക്കുറിച്ചുള്ളൊരു ഉത്ബോധം ഉണ്ടാവണം. അതുണ്ടാക്കണമെങ്കിൽ ഇപ്പം അതുണ്ട്. പക്ഷേ ഈ ദുരന്തകാലം പിന്നീടുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മറക്കും. വീണ്ടും മതവും ജാതിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മൃദുല വികാരങ്ങളും ഒക്കെ തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വോട്ടെടുപ്പിനെയല്ല, നമ്മുടെ എല്ലാ തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളെയും നിയോഗങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ തുടങ്ങും. ആ മേഖലയിലേക്ക് ആ രീതിയിൽ രാഷ്ട്രീയത്തെ മാറ്റാനും ജീവൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റി മതത്തിൻ്റെ രാഷ്ട്രീയമാക്കി ഇതിനെ മാറ്റാനൊക്കെ അവർ പരിശ്രമിക്കും. അത് പരിശ്രമിക്കാതിരിക്കണമെങ്കിൽ ഈ അനുഭവത്തെ സർഗാത്മകമായി സംരക്ഷിക്കുക, സർഗാത്മകമായി വിവർത്തനം ചെയ്ത് സർഗാത്മകമായി പരിവർത്തനം ചെയ്താൽ മാത്രമേ മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏതൊരു സംഗതിയെയും നമുക്ക് കാലത്തിലേക്ക് വേണ്ടി നീക്കിവെക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നീക്കിവെക്കണമെങ്കിൽ ഈ അനുഭവങ്ങളെ സർഗാത്മകമായി മാറ്റണം. കഥയിലൂടെയും കവിതയിലൂടെയും ചരിത്രാഖ്യാനങ്ങളിലൂടെയും സിനിമയിലൂടെയും
ചിത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ ഈ കാലം, ഇതിൻ്റെ പ്രത്യേകതകൾ, ഇവിടെ നടന്ന സംഗതികൾ ഇതൊക്കെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ അതിനെ സൃഷ്ടിപരമായി മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് ആയിരിക്കട്ടെ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ. എഴുത്തുകാർ, കലാകാരന്മാർ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നവരും ഇത് ഓരോ തവണയും കേൾക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.